ഹലോ ഗൈസ്, അങ്ങനെ ധ്യാൻ ശ്രീനിവാസനൊക്കെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന പടം കണ്ടു. പടം കണ്ടിട്ടുള്ള എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു പടത്തിന്റെ പ്ലോട്ട് എന്താന്ന് വെച്ചാൽ, പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം, ആ ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം ഡിറ്റക്റ്റീവ് പരിപാടിയൊക്കെ നടത്തുന്ന നമ്മുടെ കഥാനായകൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കെ അവിടെ കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പൊ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ആരാണ്, എന്തിന് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട്. അതായത് ഒരു സീരിയൽ കില്ലർ ടൈപ്പാണ് പടം. അപ്പം വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ട വയലൻസ് അങ്ങനൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ് ഇത്. പക്ഷെ അവര് പറയുന്നത് ഈ ഒരു പടം 60+ എന്നാണ്. പക്ഷെ ഞങ്ങൾ പോയ തിയേറ്ററിലൊക്കെ 60 താഴെയുള്ള കുറെ പേര് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ കുറെ നാളുകൾക്ക് ശേഷം ഇറങ്ങിയ നല്ല അടിപൊളി പടമാണ് ഇത്. ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ റോൾ ആണെങ്കിൽ പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മാത്രമല്ല, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോള് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ സിജു വിൽസണും ഒരു മെയിൻ കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പുള്ളിയാണേലും നല്ല രസമാണ്. പിന്നെ ഇവര് തമ്മിൽ കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്, അതാണേലും സെറ്റ് സാധനമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കുഡോസ് ടീമിന്റെ ഒക്കെ ആദ്യത്തെ സിനിമയാണിത്. അവരാണേലും അവരുടെ റോളൊക്കെ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. അവരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കോമഡി ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഭയങ്കര കോമഡി പടമൊന്നും അല്ല ഇത്. എന്നിരുന്നാലും അത്യാവശ്യം കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഈ ഒരു പടം ധ്യാൻ ശ്രീനിവാസന്റെ കംബാക്ക് എന്ന് തന്നെ പറയാം. അല്ല, കംബാക്ക് എന്ന് പറയണ്ട, കാരണം പുള്ളിക്ക് ആഴ്ചയിൽ പടം ഉണ്ടല്ലോ. അപ്പം കംബാക്ക് അല്ല, എന്നാലും കുറെ നാളുകളായിട്ട് ഇറങ്ങിയ പടങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം അടിപൊളി സാധനമാണ്. അതായത് ഭയങ്കര വെറൈറ്റി സ്റ്റോറി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പടം അവർ എടുത്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ഭയങ്കര ലാഗടി അങ്ങനെയൊന്നുമില്ല. പിന്നെ ലാഗടിക്കാനും മാത്രമുള്ള സമയമില്ല. ഈ പടം ആകെ 2 മണിക്കൂർ 4 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കഥയും പോകുന്നത്. പിന്നെ ഇതിനകത്തെ പാട്ട് കൊള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് ആണെങ്കിലും രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഒരു പടം കണ്ടിരിക്കാൻ മെയിൻ കാരണം ഇതിനകത്തെ വില്ലനാണ്. അതായത് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കും ആരായിരിക്കും വില്ലൻ, ആരായിരിക്കും വില്ലൻ. അതായത് ആ ഒരു വില്ലൻ ആരാന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കും. അപ്പൊ അത്രയും ആകാംക്ഷയോടെ ഇരിക്കണമെങ്കിൽ ഈ ഒരു പടത്തിന്റെ തിരക്കഥ എഴുതിയവരും ഈ പടം എടുത്തവരും അഭിനയിച്ചവരുടെ ഒക്കെ ഗുണം തന്നെയാണ്. പിന്നെ ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, അതായത് ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ സീനൊക്കെ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊക്കെ ഇടായിരുന്നു എന്ന് തോന്നി. പിന്നെ അതുപോലെ ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഈ ഒരു വില്ലന്റെ ബാക്ക് സ്റ്റോറി കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തായിരുന്നു എന്ന് തോന്നി. കാരണം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ബാക്ക് സ്റ്റോറി ഓക്കെയാണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഒന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മേളിൽ നിന്നേനെ. അപ്പം ഈ ഒരു പറഞ്ഞതൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ്. ഇത് ചിലപ്പം എനിക്ക് മാത്രം തോന്നിയായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി കാണത്തില്ലായിരിക്കും. ഇന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പടം കഴിഞ്ഞ് ഉടനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകരുത്. അതായത് ഈ പടത്തിന്റെ എഴുത്തെല്ലാം ലാസ്റ്റിൽ എഴുതി കാണിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് സാധനമൊക്കെ ഉണ്ട് കാണാൻ. അപ്പം അതും കണ്ടിട്ട് ഇറങ്ങുക. ഞാൻ പോയ തിയേറ്ററിലാണെങ്കിൽ ചിലരൊക്കെ പടം തീർന്നെന്നും പറഞ്ഞ് നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി. പക്ഷെ തിയേറ്ററുകാരാണെങ്കിൽ ലൈറ്റും ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റിൽ എന്തോ കാണിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അത് കാണാൻ പറ്റി. അപ്പം ഇനിയും പോകുന്നവരാണേലും പടം മൊത്തം തീർന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. അപ്പം ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത്യാവശ്യം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പടത്തിന്. അപ്പോൾ ഓക്കെ, ബൈ.